കെ കരുണാകരനെ ചിതയിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പുതപ്പിച്ച പതാകയുണ്ട്, കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക. അത് ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടാണ് ഞങ്ങളുടെ കാലം കഴിയും. കുടുംബത്തിലെ പ്രയാസങ്ങൾ കുടുംബത്തിൻ്റെ അകത്ത് പറയാറുണ്ട്, ചിലപ്പോൾ പുറത്തും പറയാറുണ്ട്. എന്ന് വിചാരിച്ച് പാർട്ടി വിട്ടുപോകലാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഒരു തരത്തിലുള്ള ബന്ധുവായിട്ട് ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാനൊരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് പോകേണ്ടി വന്നപ്പോൾ LDFും UDFും ഞങ്ങൾ എടുക്കാത്ത കാലത്ത് അന്ന് പോലെ ഞാൻ BJP ആയിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അന്ന് വേണമെങ്കിൽ ആ മുന്നണിയിൽ ചേരാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ കെ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധി ചെയ്യാത്ത ആളാണ്. അങ്ങനെയുള്ള കെ കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ BJPക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങളുടെ പോരാട്ട വീര്യം തളരില്ല. ഞങ്ങൾ ശക്തമായി ഫൈറ്റ് ചെയ്യും. പത്മജ എടുത്തുകൊണ്ട് കാൽ കാശിൻ്റെ ഗുണം BJPക്ക് കേരളത്തിലുണ്ടാവില്ല. എല്ലായിടത്തും BJPയെ ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് തള്ളും, യാതൊരു സംശയവുമില്ല. 1-ാം സ്ഥാനം എന്നവർ പ്രതീക്ഷിക്കുന്ന നിയോജകമണ്ഡലത്തിൽ പോലും അവർക്ക് 3-ാം സ്ഥാനത്ത് പോകേണ്ടി വരും. അതിന് UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഈ ചതിക്ക് ശക്തമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ തന്നെ ഞങ്ങൾ പകരം ചോദിക്കും. കുറച്ച് ദിവസങ്ങളായി തന്നെയുള്ള ഒരു ചർച്ചകൾക്ക് അനന്തരഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും താങ്കളും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു, ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നോട് BJPയിലേക്ക് പോകുക എന്നുള്ള സൂചന പോലും ഈ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പാർട്ടിയിലെ ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അത് സാധാരണ ഒരു കാര്യം തന്നെയാണല്ലോ, അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ എൻ്റെ ധാരണ അങ്ങനെ തീരുമാനത്തിലേക്ക് പോകില്ല എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, വിളിക്കാനൊക്കെ ധാരാളം ആളുണ്ട്, പക്ഷേ നമുക്ക് ഈ പാർട്ടി വിട്ട് പോകാൻ കഴിയില്ലല്ലോ, അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ, അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഇത്രയും കടുത്ത തീരുമാനത്തിലേക്ക് പോയി? വിശേഷിച്ച് ഇപ്പോൾ പാർട്ടിയിൽ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കെ കരുണാകരനെ ചിതയിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പുതപ്പിച്ച പതാകയുണ്ട്, കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക. അത് ഞങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടാണ് ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ. സ്ഥാനങ്ങൾ വരുമ്പോൾ അത് ജനാധിപത്യത്തിൽ സാധാരണയാണ്. ഒരു പ്രസ്ഥാനത്തിൽ നിന്നാൽ ചിലത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയതിൻ്റെ കണക്ക് ഓർക്കേണ്ടതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ വരെ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അതൊരു വഴിവിരിയല്ല. കുടുംബത്തിലെ പ്രയാസങ്ങൾ കുടുംബത്തിൻ്റെ അകത്ത് പറയാറുണ്ട്, ചിലപ്പോൾ പുറത്തും പറയാറുണ്ട്. എന്ന് വിചാരിച്ച് പാർട്ടി വിട്ടുപോകലാണ്. ഇത്ര കാലം ഒപ്പം നിന്നൊരു പാർട്ടി, ഇപ്പോൾ അവർക്കും പഴയകാല കാര്യങ്ങളൊക്കെ അറിയാലോ. എന്തുമാത്രം സാമ്പത്തികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയപ്പോൾ ഞങ്ങളുടെ അച്ഛൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്തൊന്നും ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നും MLA-മാർക്കില്ല. ഞാനൊക്കെ ജനിക്കുമ്പോൾ അത് MLA പോലുമല്ല, തിരുകൊച്ചി സംസ്ഥാനത്ത് MLA ആയിരുന്ന വ്യക്തി അന്നും താമസിച്ച വാടക വീട്ടിലാണ്. മുരളി മന്ദിരം ഉണ്ടാക്കുന്നത് 1962 കാലത്താണ്. അന്ന് അദ്ദേഹം ഒന്നുമല്ല, സാധനമില്ല. 60-ൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു, എന്നിട്ട് പോലും അദ്ദേഹം കുലുങ്ങിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു കൊണ്ടി വന്നു, ശരിയാണ്. പക്ഷേ അതിന് പൂർവാധി അദ്ദേഹം പോലും ക്ഷമ പറഞ്ഞിട്ടല്ലേ തിരിച്ചു കയറിയത് പാർട്ടി. കാരണം ഇത് അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയാണ് കേരളത്തിൽ. പ്രത്യേകിച്ച് 1978 ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കുമ്പോൾ അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല, ആർക്കും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അദ്ദേഹം നിന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 78 പാർട്ടി വളർന്നപ്പോൾ അന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് രാഷ്ട്രീയം വീട്ടിൽ സംസാരിക്കുന്നത്. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിന്നാൽ ഒരു പക്ഷേ രാഷ്ട്രീയ അന്ത്യമായിരിക്കും, പക്ഷേ ഞാൻ അവരുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, അവരോടൊപ്പം മുങ്ങാനും ഞാൻ തയ്യാറാണ്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചവരാണ് ഞങ്ങളൊക്കെ. ആ പാർട്ടിയല്ല ഈ പാർട്ടി. ഒരു ഘട്ടത്തിൽ പുറത്തു കൊണ്ടി വന്നപ്പോഴും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയൊക്കെ ഞങ്ങൾ നെഞ്ചിലേറ്റിയതാണ്. ഞാൻ കോൺഗ്രസ്സിന് പുറത്തുള്ളവരും നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം, അവരുടെയൊക്കെ ജന്മദിനങ്ങളും ചരമദിനങ്ങളൊക്കെ ആചരിച്ചവരാണ് ഞങ്ങളൊക്കെ. നിലവിലുള്ളവരോട് കുറച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിച്ചു. അപ്പോൾ അതിനുശേഷം കിട്ടിയ സ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണ്ടേ? ഒരു ബന്ധം വെറുപിരിയലാണോ? അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഒരു തരത്തിലുള്ള ബന്ധുവാരുമായിട്ടില്ല.